ഹായ് വിവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രതീക്ഷ. ഇന്നെൻ്റെ വീഡിയോയിൽ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കാരണം എൻ്റെ 3 വീഡിയോ ഇപ്പോൾ 1K കഴിഞ്ഞു, അത് 2Kയുടെ അടുക്കാറായി, 2000 വ്യൂവേഴ്സിനോട് അടുക്കാറായി. എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഇനിയും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയും സ്കിപ്പ് ചെയ്യാതെ കാണുകയും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. വളരെയധികം സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുകയാണ്. എൻ്റെ ഏത് വളർച്ചയുടെയും പിന്നിൽ നിങ്ങളാണ്, എൻ്റെ വ്യൂവേഴ്സാണ്. കറക്റ്റായി എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് ഒരു ചെറിയ ടോപ്പിക്കാണ്. ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ള ടോപ്പിക്കാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ തുല്യമായിട്ട് അത് ഇങ്ങോട്ടും കിട്ടണം. ഇപ്പോൾ 2 വ്യക്തികളാണെങ്കിൽ തന്നെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ നമ്മളെയും സ്നേഹിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറയുകയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ആരെയെങ്കിലും സ്നേഹിക്കുകയാണ് എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ വേറൊരാളുമായിട്ട് പ്രണയത്തിലാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ അങ്ങോട്ട് പ്രണയിക്കുന്നതിൻ്റെ തുല്യമായിട്ടുള്ള പ്രണയം അയാളിൽ നിന്നും നിങ്ങൾക്കും ലഭിക്കേണ്ടതാണ്. അതാണ് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്. ഇപ്പോൾ ഒരു മിക്ഷൻ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഒരു യന്ത്രം, അതായത് നിങ്ങൾ ഒരുപാട് ഇഫർട്ട്, ഒരുപാട് ഇന്ധനം, ഫ്യൂവൽ ആ മിഷനിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്നും കറക്റ്റായിട്ടുള്ള ഇഫർട്ട് ആ മിഷൻ തരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സ്വമതയാ ആ മിഷൻ ഉപേക്ഷിച്ച് കളയാനായിട്ട് തയ്യാറാവും. എത്ര ഇഫർട്ട് കിട്ടിയില്ല, മെക്കാനിക്കിനെ വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങളത് റിപ്പയർ ചെയ്ത് നോക്കി, എന്നിട്ട് പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഫർട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഉപേക്ഷിച്ച് കളയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്ന പ്രണയം നിങ്ങൾക്ക് തിരിച്ച് മറ്റുള്ള ആളിൽ നിന്നും കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ പ്രണയം നിങ്ങൾ ഉപേക്ഷിച്ച് കളയേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലായാലും നിങ്ങൾ ഇഫർട്ടിട്ട് ചെയ്യുന്ന ആ ജോലിയുടെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നത് തിരിച്ചു കിട്ടുകയാണെങ്കിൽ 100 നിങ്ങൾ അവിടെ ഇൻപുട്ട് ചെയ്യുകയാണ് എങ്കിൽ അവിടെ നിന്ന് ഔട്ട്പുട്ട് നിങ്ങൾക്ക് 100% കിട്ടുകയാണെങ്കിൽ അത് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും വളരെയധികം സന്തോഷം നമ്മൾ അനുഭവിക്കാറുണ്ട്, അല്ലേ? ഉദാഹരണത്തിന് ഒരു ബോയ് ആയാലും ഗേളായാലും ഇപ്പോൾ പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയാണ്, അല്ലെങ്കിൽ അഡൽട്ടായ വുമൺ അതുപോലെ തന്നെ പുരുഷനായാലും സ്ത്രീ ആയാലും പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ആ പ്രണയം തിരിച്ചു കിട്ടുന്നില്ല അയാളിൽ നിന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് നമ്മൾ അവരെ കുറച്ച് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കും, മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കും, മെഡിറ്റേഷനിലൂടെ അട്രാക്ഷൻ ചെയ്യാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? കൂടുതൽ ഇഫർട്ട് ഇട്ടുകൊണ്ടിരിക്കും, പ്രേയർ ചെയ്യും, അയാളെ നേരിട്ട് കണ്ട് സംസാരിക്കും. പക്ഷെ ഇത്ര ചെയ്തിട്ടൊന്നും തന്നെ അയാൾ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അപ്പോൾ തിരിച്ച് സ്നേഹിക്കാനായിട്ട് തയ്യാറായില്ല എങ്കിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ സ്നേഹം അയാൾക്ക് അർഹതപ്പെട്ടതല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം തിരിച്ച് സ്നേഹിക്കാൻ അയാൾ തയ്യാറല്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഇഫർട്ടിന് തിരിച്ച് ഫലം കിട്ടാത്ത പക്ഷം ആ സ്നേഹം അവിടെ പ്രണയം ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സംഭവത്തെ നമ്മൾ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കിട്ടിയില്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടാലും ഒരു ഓഫീസിലായാലും ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കിട്ടിയില്ല എങ്കിൽ, അതായത് നിങ്ങൾ കൊടുക്കുന്ന ഇഫർട്ടിനനുസരിച്ച് ഫലം കിട്ടിയില്ല എങ്കിൽ നിങ്ങളത് ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. വെറുതെ നമ്മളുടെ ഇഫർട്ട് അതിലിട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, സമയം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഡയറക്ഷനുണ്ട്, ആ കറക്റ്റ് ഡയറക്ഷനിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അവിടെ മൂവ് ചെയ്ത് അവിടെ ചെന്ന് നിങ്ങളുടേതായ ലൈഫ് സ്റ്റൈലോടുകൂടി നിങ്ങളുടെ ജീവിതം കരുപ്പിടിക്കുക എന്നുള്ളതാണ്. കാരണം കിട്ടാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നോട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പ്രണയം ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണോ എന്നുള്ളതാണ്. നിങ്ങളിടുന്ന ഇഫർട്ടിന് തിരിച്ച് ഫലം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണോ എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ വെറുതെ സമയം കളഞ്ഞ് നിങ്ങളുടെ ലൈഫിനെ വേസ്റ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ കമൻറ്റ്. ഒരാൾ കമൻറ്റ് ചെയ്തത്, ഞാൻ പ്രണയം എന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് കുറച്ച് വ്യൂവേഴ്സേ കയറിയിട്ടുള്ളൂ. പക്ഷേ ഒരാളെന്ന് കമൻറ്റ് ചെയ്തു, അയാൾക്ക് പ്രണയമില്ല, അയാൾ പ്രണയിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അതിലയാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, പകരം
ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് അയാൾക്കുണ്ടെന്ന്. അത് നല്ല കാര്യമെന്ന് തന്നെ ഞാൻ പറയുകയാണ്. നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണോ, നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ചിട്ടാണ് നിങ്ങൾ മൂവ് ചെയ്യേണ്ടത്. ഒരു മോട്ടിവേഷൻ ചാനൽ കണ്ടോ, ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ചാനൽ കണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള ചാനലിൽ കയറി അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കൊണ്ടല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കരുപിടിപ്പിക്കേണ്ടത്. കുറച്ചൊക്കെ ഗൈഡ് ലൈൻസ് തരാൻ മാത്രമാണ് ഇങ്ങനത്തെ വീഡിയോസിന് കഴിയുന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തരും ഓരോരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവരുടെ ഇൻറ്റ്യൂഷൻ പവർ അനുസരിച്ച് പക്ഷേ കറക്റ്റ് വേയിൽ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.